ന്യൂസ് ടെൻസിലേക്ക് മടങ്ങി വരികയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഈ വാർത്ത തിരുവനന്തപുരം സ്വദേശികളുടെ അവർ നേരിടേണ്ടി വന്ന ഒരു തട്ടിപ്പിന്റെ കഥയാണ്. വ്യാജ റിക്രൂട്ട്മെന്റ് സംഘത്തിന്റെ കെണിയിൽപ്പെട്ട് റഷ്യൻ സേനയുടെ ഭാഗമാകേണ്ടി വന്ന് നിർബന്ധിത യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്ന് ക്ലേശങ്ങൾ അനുഭവിക്കുന്ന, അവിടെ കുടുങ്ങിക്കിടക്കുന്ന ചില മലയാളികളുടെ ദുരന്ത ചിത്രമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇവർ മറ്റാരുമല്ല, തിരുവനന്തപുരം 5 തെങ്ങ് സ്വദേശികളായ ചില യുവാക്കളാണ്. വ്യാജ റിക്രൂട്ട്മെന്റ് സംഘത്തിന്റെ കെണിയിൽപ്പെട്ട് റഷ്യൻ സൈന്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഈ യുവാക്കൾ. 5 തെങ്ങ് സ്വദേശികളുടെ ശബ്ദ സന്ദേശം, സൈനിക വേഷങ്ങളുടെ ചിത്രങ്ങളും ന്യൂസ് 8 ലഭ്യമായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്നും ഉക്രൈൻ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുകയുമാണെന്നാണ് വിനീത് എന്ന 5 തെങ്ങ് സ്വദേശിയുടെ ശബ്ദ സന്ദേശം. മുഖത്ത് വെടിയേറ്റ് മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രിൻസ് എന്ന മറ്റൊരാൾ ആരോഗ്യനില വീണ്ടെടുത്ത് വരുന്നതായിട്ടാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. വിനീതും ടിനുവും ഉക്രൈൻ അതിർത്തിയിലെ ലിസുചെൻസ് എന്ന സ്ഥലത്തുള്ളതായിട്ടാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഈ കുടുംബം അങ്ങേയറ്റം ഞെട്ടലിലാണ്. കാരണം വിദേശ രാജ്യത്തെത്തി രക്ഷപ്പെടാം, ജീവിതം കരകയറ്റാം എന്ന പ്രതീക്ഷയിലെത്തി റഷ്യൻ സേനയുടെ ഭാഗമായി നിർബന്ധിത യുദ്ധം ചെയ്യേണ്ടി വന്നൊടുവിൽ റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ഇടപെട്ട് അതിൻ്റെ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് അവരുള്ളതെന്നാണ്. നമുക്ക് വേഗത്തിൽ അവരുടെ ആ ശബ്ദ സംപ്രേഷണം, അവരുടെ ബുദ്ധിമുട്ട്, അവരുടെ വാക്കുകളൊന്ന് കേൾക്കാം. ഇതിൻ്റെ പേരുണ്ടല്ലേ, ഇതിൻ്റെ പേര് വെച്ച് ലിസ്റ്റ് ചാൻസ് ആണ്. ഇതിൻ്റെ ഞാൻ നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ്റെ ലിസ്റ്റ് ചാൻസ് ഏരിയയാണ്. പക്ഷേ നമ്മൾ 5 എന്ന് പറയുമ്പോൾ ഏരിയ ഇല്ലേ, അങ്ങനെയാണ്. അത് ലിസ്റ്റ് ചാൻസ് ആണ്, ലിസ്റ്റ് ചാൻസ് കേട്ടെ. പിന്നെ ഇവിടെ നിൽക്കുന്ന ഇതിൽ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമായിട്ട് പെട്ടെന്നാവട്ടെ കേട്ടാ. എങ്ങനെയെങ്കിലും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് ഇവിടെ നിങ്ങളെ കൺട്രോൾ ആക്കാൻ പറയും. ഇതിൻ്റെ പേരുണ്ടല്ലേ, ഇതിൻ്റെ പേര് വെച്ച് ലിസ്റ്റ് ചാൻസ് ആണ്. ഇതിൻ്റെ ഞാൻ നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ്റെ ലിസ്റ്റ് ചാൻസ് ഏരിയയാണ്. പക്ഷേ നമ്മൾ 5 എന്ന് പറയുമ്പോൾ ഏരിയ ഇല്ലേ, അങ്ങനെയാണ്. അത് ലിസ്റ്റ് ചാൻസ് ആണ്, ലിസ്റ്റ് ചാൻസ് കേട്ടെ. പിന്നെ ഇവിടെ നിൽക്കുന്ന ഇതിൽ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമായിട്ട് പെട്ടെന്നാവട്ടെ കേട്ടാ. എങ്ങനെയെങ്കിലും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് ഇവിടെ നിങ്ങളെ കൺട്രോൾ ആക്കാൻ പറയും. യെസ്, ഡാൻ കുര്യൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഡാൻ തന്നെ വിശദീകരിക്കുക, ഇതെന്താണ് സംഭവം? ഇവരെന്നാണ് കേരളത്തിൽ നിന്നും യാത്ര തിരിച്ചത്? ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പോഴത്തെ അവസ്ഥ ഡാൻ എന്താണ് വിശദാംശം? സജിത്ത്, കഴിഞ്ഞ ജനുവരി മാസം 3-ാം തീയതിയാണ് 5 തെങ്ങ് സ്വദേശികളായ വിനീത്, പ്രിൻസ്, ടിനു, ഈ 3 യുവാക്കൾ, അവർ 30 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. ഇവർ സെക്യൂരിറ്റി ജോലിക്ക് 1 മാസം 2 ലക്ഷം രൂപ ശമ്പളത്തിൽ സെക്യൂരിറ്റി ജോലി ലഭിക്കുമെന്ന വ്യവസ്ഥയിലാണ് ഇവർ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി മുഖേന റഷ്യയിലേക്ക് എത്തുന്നത്. റഷ്യയിൽ ഇവരെ കൊണ്ടുചെന്ന ഉടൻ തന്നെ ഒരു തടവിന് സമാനമായ രീതിയിലേക്ക് മാറ്റി അവിടെ ഒരു പ്രത്യേക പരിശീലനം നൽകി. എന്നിട്ട് ചില പേപ്പറുകൾ ഒപ്പിട്ട് വാങ്ങി റഷ്യൻ ഭാഷയിലായിരുന്നു ഇതിലെ വിവരങ്ങൾ വിശദീകരിച്ചിരുന്നത്. അവർക്ക് എവിടേക്കാണ് സേവനം ചെയ്യാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ ധാരണകളൊന്നും അപ്പോഴുണ്ടായിരുന്നില്ല. ഇവർ ഈ പേപ്പറുകളിൽ മുഴുവൻ ഒപ്പിട്ട് നൽകി. +2 വിദ്യാഭ്യാസം വരെ മാത്രമേ ഈ 3 പേർക്കും ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഉന്നത ബിരുദധാരികളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഷ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞുമില്ല. പക്ഷേ ഈ ഒപ്പിട്ട് നൽകിയതിന് ശേഷമാണ് റഷ്യൻ സൈന്യത്തിലേക്കാണ് ഇവരെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പിന്നീടാണ് ഇവർ തിരിച്ചറിയുന്നത്. അതിനോടകത്ത് യുക്രൈനുമായിട്ടുള്ള യുദ്ധമുഖത്തേക്ക് റഷ്യൻ സേന ഇവരെ എത്തിക്കുകയും ചെയ്തു. അവിടെ ഏതാണ്ട് 140ഓളം ഇന്ത്യക്കാർ സമാനമായ തരത്തിൽ റഷ്യയ്ക്ക് വേണ്ടി നിർബന്ധിത യുദ്ധം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെയാണ് ഈ 3 മലയാളികൾ 5 തെങ്ങ് സ്വദേശികൾ പെട്ടുപോയത്. അവർ ഈ റഷ്യൻ സൈനിക വേഷം ധരിച്ചുകൊണ്ട് ഈ സൈനിക മുഖത്ത്, യുദ്ധമുഖത്ത് നിൽക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ പ്രിൻസിന് ചെവിക്ക് താഴെ യുദ്ധമുഖത്ത് വെച്ച് വെടിയേൽക്കുന്നത്. ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഈ പരിക്കേറ്റ പ്രിൻസിൻ്റെ ചിത്രങ്ങളും റഷ്യയിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. പ്രിൻസ് ആരോഗ്യനില വീണ്ടെടുക്കുന്നതായാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ പ്രിൻസുമായി ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോൾ ഇന്നലെ അവിടെ ഭീകരാക്രമണം നടന്ന ഒരു സാഹചര്യം. മോസ്കോയ്ക്ക് അടുത്തൊരു ആരോഗ്യ കേന്ദ്രത്തിലാണ് പ്രിൻസ് ഉള്ളത്. മറ്റ് 2 പേരാണ് യുക്രൈൻ അതിർത്തിയിലെ ലിസ്റ്റ് ചാൻസിൽ ഉള്ളത്. അടിയന്തരമായി അവരെ അവിടെ നിന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശബ്ദ സന്ദേശമാണ് റഷ്യയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സജിത്ത്,
ഡാൻ, ഈ റഷ്യ ഉക്രൈൻ സംഘർഷം അവിടെ സൈനികരുടെ ക്ഷാമം നേരിടുന്നു റഷ്യ, അതുകൊണ്ട് കൂടുതൽ ആളുകളെ അവിടേക്ക് റിക്രൂട്ട് ചെയ്യുന്നു എന്ന വാർത്തകളൊക്കെ നമ്മൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളിൽ നിന്ന് നേരത്തെ കേട്ടിട്ടുള്ളതാണ്. അത്തരമൊരു സാഹചര്യത്തിലാണോ ഇവർ നിർബന്ധിതമായി ഈ സൈനിക സേവനത്തിന് അവിടെ ചെയ്യേണ്ടി വരുന്നതും ഒപ്പം തന്നെ ഇവരുടെ റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് നടക്കുകയും ചെയ്യുന്നത്? ഇതിൽ ഈ ഏജൻസി പറയുന്ന വിശദീകരണം എന്താണ്? കുടുംബത്തിന് അത്തരം ഇവരെ രക്ഷപ്പെടുത്താനുള്ള ബന്ധപ്പെടലിനോ അത്തരം നീക്കങ്ങൾക്കോ വല്ലതും കഴിഞ്ഞിട്ടുണ്ടോ? ഇതിൽ കൃത്യമായി സൈത്ത് അഞ്ച് തെങ്ങിന് സമീപത്തുള്ള ചില വ്യക്തികളുടെ പേര് മാത്രമാണ് ഈ കുടുംബാംഗങ്ങൾക്ക് അടക്കം അറിയാവുന്നത്. ആ വ്യക്തികളാണ് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവരെ ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മുമ്പിൽ നിന്നത് ഈ വ്യക്തികളാണ് എന്നാണ് ഈ കുടുംബം പറയുന്നത്. അവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട് കുടുംബാംഗങ്ങൾ. പക്ഷേ ഈ ഏജൻസിയുമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അവരാരാണ് അല്ലെങ്കിൽ അവർ ഏത് രജിസ്ട്രേഷനിലുള്ള ഏജൻസിയാണ്, ഇതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ചില വ്യക്തികളുടെ പേരുകൾ ആ കുടുംബാംഗങ്ങൾക്കറിയാം. അവരാണ്, ആ 3 പേരുടെ പേരാണ് ഈ പ്രിൻസിന്റെ കുടുംബം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ 3 പേർ ചേർന്നാണ് തങ്ങളുടെ മക്കളെ ചതിയിൽപ്പെടുത്തിയത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കെണിയിൽപ്പെടുത്തിയത് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സെക്യൂരിറ്റി ജോലിക്ക് വലിയ തരത്തിൽ ശമ്പളം അവിടെ ലഭിക്കും എന്ന ഉറപ്പിലാണ് ഈ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെടുന്ന ഈ കുടുംബത്തിൻ്റെ ഈ വരുമാന സ്രോതസ്സായ ഈ യുവാക്കൾ 3 പേരും ഈ റഷ്യയിലേക്ക് എത്തുന്നത്. അവിടെ ഈ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുന്നോടിയായുള്ള പരിശീലനം എന്ന് വിചാരിച്ചാണ് ഇവർ ആദ്യഘട്ടത്തിൽ ഈ 2 ആഴ്ച നീണ്ട ട്രെയിനിങ്ങിൽ പങ്കെടുത്തത്. അതിനുശേഷമാണ് ഇവരുടെ വിസയും പാസ്പോർട്ട് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങിവെച്ചതിന് ശേഷം ഈ റഷ്യൻ ഭാഷയിൽ എഴുതിയ ചില ഡോക്യുമെന്റുകളിൽ ഇവരുടെ ഒപ്പ് പതിച്ചത്. അതിനുശേഷം സൈനിക വേഷം നൽകി യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോയി ഉക്രൈൻ യുദ്ധത്തിൽ മുൻപിൽ നിന്ന് നയിക്കുന്ന റഷ്യൻ ഭടന്മാർക്കൊപ്പം നമ്മുടെ 5 തെങ്ങിൽ നിന്നുള്ള 3 യുവാക്കൾ കൂടി ഉണ്ടായിരുന്നുവെന്ന വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് പിന്നീടുണ്ടായത്. അതിൽ ഒരാൾക്കാണ് ഉക്രൈനുമായിട്ടുള്ള ഏറ്റുമുട്ടലിനിടയിൽ ചെവിക്ക് വെടിയേറ്റിരിക്കുന്നത്. ശരീരഭാഗങ്ങളിൽ അദ്ദേഹത്തിന് പരിക്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഭീകരാക്രമണം മോസ്കോയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ പശ്ചാത്തലത്തിൽ പിന്നീട് പ്രിൻസുമായിട്ട് സംസാരിക്കാൻ കുടുംബാംഗങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. തിരക്ക് കഴിയുമ്പോൾ വിളിക്കാമെന്നൊരു സന്ദേശം മാത്രമാണ് കുടുംബങ്ങൾക്കടക്കം അവർ അയച്ചിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഡാൻ